ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ഈ പ്രഭാതത്തിലായിരിക്കാൻ, ഈ പ്രഭാത ധ്യാനയോടെ ചിന്തയോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് വലിയവനായ ദൈവം ഫറവോൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മിസ്രയീമ്യരുടെ ദേശത്ത് വരുത്തുന്നതായ ബാധകളാണ് നാം കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. പേരുടെ ബാധയും അത് കഴിഞ്ഞ് നായീച്ചയുടെ ബാധയുമാണ് ഇവിടെ നാം കാണുന്നത്. അതിൻ്റെ 27-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. നമുക്ക് 28 മുതലുള്ള ചില വാക്യങ്ങൾ, താഴോട്ടുള്ള വാക്യം നോക്കാം. ആ 28 മുതലുള്ള ഭാഗ്യങ്ങൾ നാം കാണുന്നത് ഫറോസ് ഫോൾസ് റിപ്പൻറ്റൻസ്, ഫറവോൻ്റെ തെറ്റായ രീതിയിലുള്ളതായ മാനസാന്തരമാണ് ഇവിടെ നാം കാണുന്നത്. 28-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 28. അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നും പറഞ്ഞു. നോക്കുക, സാത്താൻ്റെ ഓരോരോ പദ്ധതികൾ. ഇന്നലെ പറഞ്ഞു നിങ്ങൾ ആരാധിച്ചു, പക്ഷേ ഈ ദേശത്ത് നിന്ന് ആരാധിക്കണം, ഒരാഴ്ചത്തെ അവധിയൊന്നും എനിക്ക് തരുവാനായിട്ട് സാധിക്കില്ല. ഇന്ന് പറയുകയാണ് നിങ്ങൾ പൊക്കും, പക്ഷേ 3 ദിവസത്തെ ദൂരം നിങ്ങൾ യാത്ര ചെയ്യരുത്. രാവിലെ പോയിട്ട് ഇച്ചിരി ദൂരോട്ട് മാറി മിസ്രയീമിലെ ജനങ്ങൾ നിങ്ങളുടെ ആരാധനയൊന്നും കാണണ്ട എങ്കിൽ അത് കാണാതെ ഇച്ചിരി ദൂരം അങ്ങോട്ട് പോയി നിങ്ങൾ ആരാധിക്കുകയോ, പക്ഷേ ഇങ്ങനെ തിരിച്ചു പോരണം, ഒത്തിരി ദൂരം പോകരുത്. ഇതാണ് സാത്താൻ്റെ ഓരോരോ കെണികളാണിത്. പറയുന്നത് നിങ്ങൾ അത്രമാത്രം വിശുദ്ധിയൊന്നും കാണിക്കണ്ട, ഇച്ചിരിയൊക്കെ വിശുദ്ധി കാണിച്ചു എന്നാണ് സാത്താൻ ഇന്ന് നമ്മളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഫറവോൻ്റെ തെറ്റായ അവൻ പശ്ചാത്തപിച്ചു എന്ന് കാണിക്കുവാൻ വേണ്ടി പറയുകയാണ്, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ദൈവമാണ് ദൈവം, യഹോവയാണ് ദൈവം എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് വേണ്ടിയൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്ക് സാത്താൻ്റെ ഇതുപോലെയുള്ളതായ കെണികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്മസ് വരുമ്പോൾ, ഈസ്റ്റർ വരുമ്പോൾ ദൈവജനത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർ പോലും ചിലപ്പോൾ ക്രിസ്ത്യാനികളെ ഒന്നിച്ചു കൂട്ടി പല പല പ്രോഗ്രാമുകൾ ഉണ്ടാക്കി അവരുടെ ഇടയിൽ ഒരു പേര് എടുക്കുവാൻ വേണ്ടി ഇന്നും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം അതിൽ വളരെ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, അതിന് മോശ, ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും, നാളെ നയിച്ച ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും, എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഫറവോൻ ഇനിയും ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു. നോക്കുക, അത് മോശയ്ക്ക് മനസ്സിലായി. യഥാർത്ഥമായ രീതിയിലുള്ളതായ അവൻ്റെ റിപ്പൻറ്റൻസ് അല്ല, അവൻ്റെ പശ്ചാത്താപം അല്ല, അവനത് വെറുതെ കാണിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നീ ഇനിയും നിൻ്റെ ഹൃദയം കഠിനമാക്കരുത്, നീ വിട്ടയക്കാതിരിക്കരുത്, നീ വിട്ടയക്കണം, നീ പിന്നെയും ചതിവ് ചെയ്യുകയാണ്. പ്രിയ വിശ്വാസികളെ, നമുക്കും സാത്താൻ്റെ ഇതുപോലെയുള്ളതായ കണികൾ മനസ്സിലാക്കുവാൻ, സാത്താൻ്റെ ഇതുപോലെയുള്ളതായ നമ്മെ ചതിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടുള്ളതായ ബുദ്ധിയും ജ്ഞാനവും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഉണ്ടാകണം. ദൈവവചനത്തിലേക്ക് നാം അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഡോണ്ട് റിട്ടേൺ ടു യുവർ സിൻ ആഫ്റ്റർ യുവർ റിപ്പൻറ്റ്. മാനസാന്തരപ്പെട്ടതിന് ശേഷം, പശ്ചാത്തപിച്ചതിന് ശേഷം
എന്ത് ചെയ്യരുത്? ആ പാപത്തിലേക്ക് തിരിച്ച് പോകരുത്, ആ പാപത്തിൽ നിൽക്കരുത്. ഇവിടെ അതുതന്നെയാണ് മോശ ഫറവോനോട് പറയുന്നത്. നീ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നീ ഇനിയും അത് ചതി ചെയ്യരുത്, ആ പാപം നീ ഇനിയും ചെയ്യരുത്, നിൻ്റെ ഹൃദയം ഇനിയും കഠിനമാക്കരുത് എന്നുള്ളതായ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, നാമും പലപ്പോഴും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പല പ്രാവശ്യമൊക്കെ നാം പശ്ചാത്താപത്തിൻ്റെ അനുഭവം കാണിക്കും, പക്ഷേ യഥാർത്ഥമായ രീതിയിൽ നാം അതിൽ നിന്നും മാറാതെ വീണ്ടും അതിലേക്ക് പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിത സംഭവങ്ങൾ ഒക്കെ വരുന്നതായ സമയത്ത് നാം ഒന്ന് പശ്ചാത്തപിക്കും, നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരും. എന്നാൽ അതിനുശേഷം വീണ്ടും ആ കാര്യങ്ങൾ നേരെയായി കഴിയുമ്പോൾ, ആ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോൾ പലപ്പോഴും നാം വീണ്ടും ആ പാപത്തിലേക്ക് പോകുന്ന സ്വഭാവമാണ് ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിലും ഉള്ളത്. പ്രിയ വിശ്വാസികളെ, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം നാം ഈ കാര്യങ്ങൾ ഒന്ന് പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ അത് എന്നേക്കുമായിട്ട് അത് നാം വിട്ടുകളയുന്നവരായിരിക്കണം. നോക്കുക, പറയുകയാണ്, എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫറവോൻ്റെ ആ ചതിയുടെ കൂമ്പാരം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയുള്ളതായ ചതിയുടെ പൈശാചിക കൂമ്പാരങ്ങളിൽ നാം ചെന്ന് വീഴുവാൻ ഇടയാക്കരുത് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നാം കാണുന്നത്, ഫെയിലിംഗ് ടു റിപ്പൻറ്റ് മേ ലീഡ് ടു എൻഡ്ലെസ് സഫറിങ്. നാം പശ്ചാത്താപിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തീരാത്ത ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ ഫറവോൻ തന്നെ കാണിച്ചു പോവുകയാണ്. എത്ര ദയനീയമായ അവസ്ഥ! എന്നാൽ 32-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അവരെ വിട്ടയച്ചില്ല, പിന്നെയും അവൻ്റെ ഹൃദയം കഠിനമാക്കി. എത്ര സ്പഷ്ടമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ ഞാൻ വിട്ടയക്കുക, അതാ ഇതാ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ്റെ ഹൃദയത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകാതെ ഇരിക്കുന്നു. 30-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ മോശയോട് പ്രാർത്ഥിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. 31-ാമത്തെ വാക്യത്തിൽ വളരെ ഒരു കാര്യമാണ് പറയുന്നത്. യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു. യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു. എത്ര നല്ല ഒരു വാക്കാണ് അവിടെ നാം കാണുന്നത്. ആൻഡ് ലോർഡ് ഡിഡ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് മോസസ്. മോശ പറഞ്ഞതുപോലെ ചെയ്തു. നമ്മുടെ ദൈവം മനുഷ്യൻ്റെ വാക്ക് കേൾക്കുന്നവനാണ്, വിശ്വാസികളുടെ വാക്ക് ശ്രദ്ധിക്കുന്നവനാണ്, നാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ട് അതിന് ഉത്തരം നൽകുന്നവനാണ്. എത്ര വലിയ ഒരു ദൈവം! ആ ദൈവം പ്രവർത്തിക്കുന്നത് നോക്കുക. നായീച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോയി. ഒന്നുപോലും ശേഷിച്ചില്ല. ഇതാണ് ദൈവത്തിൻ്റെ മിറാക്കിള്, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്നതായ ആ വലിയ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഒന്നുപോലും ശേഷിക്കാതെ എല്ലാം പോയി. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ അനേക ഇതുപോലെയുള്ളതായ മിറാക്കിള്, അടയാളങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നാം കാണുന്നു. ഇച്ചിരി പോകും. നീ ഇച്ചിരൂടൊന്നും നടന്നേ, നിൻ്റെ വേദന പോകും. നീ ഇച്ചിരൂടൊന്നും ഇങ്ങോട്ട് പോയേ, നിൻ്റെ വേദന പോകും. എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം അങ്ങനല്ല. ദൈവം പ്രവർത്തിക്കുന്നത് ഒരു നായീച്ച പോലുമില്ലാതെ, ഒന്നുപോലും ശേഷിക്കാതെ എല്ലാറ്റിനെയും മാറ്റിക്കളഞ്ഞു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് പൂർണ്ണമായ ഒരു വിടുതലാണ് ദൈവം തരുന്നത്, അല്ലാതെ ഭാഗികമായ വിടുതലല്ല ദൈവം തരുന്നത്. പ്രിയ വിശ്വാസികളെ, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. 32-ാമത്തെ വാക്യം വളരെ ദയനീയമാണ്. എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല. ഫറവോൻ്റെ ദയനീയമായ അവസ്ഥ. എത്രയൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും അവൻ്റെ ഹൃദയത്തിന് പശ്ചാത്താപം ഉണ്ടായില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രിയ വിശ്വാസികളെ, ഇതുപോലെയല്ലേ പലപ്പോഴും നമ്മളുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ?
നാം ദൈവത്തിൽ നിന്ന് അനേക വിടുതലൊക്കെ പ്രാപിക്കും. ആ സമയത്ത് നാം ഒന്ന് പശ്ചാത്തപിക്കും. എന്നാൽ അതിനുശേഷം വീണ്ടും നാം ആ പഴയ പാവത്തിലേക്ക് പോകുകയല്ലേ ചെയ്യുന്നത്? പന്നികളെ പോലെ അതിനെ കുളിപ്പിച്ച് വിട്ട് കഴിഞ്ഞാലും അത് ചെളിയിലേക്ക് പോകുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെയും അവസ്ഥ അങ്ങനെയല്ലേ? നാം ഒന്ന് നമ്മെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. നാം ദൈവസന്നിധിയിൽ പൂർണ്ണ പശ്ചാത്താപം ഉണ്ടാകും. ദൈവത്തിൻ്റെ അത്ഭുതം, വളരെ വളരെ പെർഫെക്റ്റായിട്ടുള്ളതായ അത്ഭുതം നമുക്ക് കാണണം. നാം ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരായി ജീവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ പ്രാർത്ഥന പ്രകാരം ദൈവം ചെയ്തതുപോലെ നമ്മുടെയും പ്രാർത്ഥന പ്രകാരം വലിയവനായ ദൈവം ചെയ്യും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.